വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എങ്കിലും നിങ്ങളെ അവർ എത്രമാത്രം മനസ്സിലാക്കി എന്നറിയുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നത്. ഈ ജ്യോതിഷികൾക്കിടയിൽ പൊരുത്ത വിഷയത്തിൽ ഒരു അഭിപ്രായം ഇല്ല. അവിട്ടത്തിന്റെ പകുതി മുതൽ രേവതി വരെയുള്ള 5 നാളുകളിൽ മരണപ്പെട്ടാൽ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം എന്ന് മാത്രമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. 5 പേർ മരിക്കും എന്ന് പറയുന്നതേ. ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും വസുപഞ്ചകവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. തെറ്റിദ്ധരിപ്പിക്കാനെത്തുന്നവരെ അകറ്റി നിർത്തുക. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം. പലരും പലപ്പോഴും പറയാറുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ എന്നോടൊപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എങ്കിലും നിങ്ങളെ അവർ എത്രമാത്രം മനസ്സിലാക്കി എന്നറിയുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നത്. സ്നേഹം എന്ന് പറയുന്നത്, കരുതൽ എന്ന് പറയുന്നത്, നമ്മളോടൊപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, നമ്മൾക്ക് പിന്തുണ നൽകി കൂടെ ഉണ്ടായിരിക്കുന്നത് ഒക്കെ എത്ര കാലം എന്നുള്ളതിൻ്റെ ദൈർഘ്യത്തിലല്ല, എത്രമാത്രം അവർ നമ്മളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ്. കോൾ ടു പത്തനാപുരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ധാരാളം മെസ്സേജുകളുടെ പ്രളയമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും വിളിക്കുക എന്നുള്ളത് നമുക്കറിയാലോ, കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എങ്കിലും സമയം കളയാതെ തന്നെ കോളുകളിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം. നമ്പർ 8075728112 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഹലോ നമസ്കാരം. ഞാൻ സാറിന്റെ വീഡിയോസ് ശരിക്കും കാണാറുണ്ട്. എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സംശയം? പറയൂ. എന്റെ ചേച്ചിയുടെ മോന് കല്യാണം ആലോചിക്കുന്നുണ്ട്. അങ്ങയുടെ ചേച്ചിയുടെ മകന് കല്യാണം ആലോചിക്കുന്നുണ്ട്. ചേച്ചിയുടെ മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ? ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. പറഞ്ഞോളൂ. 11/6/94. സമയം 1 മണി രാത്രി 1 AM. ഓക്കെ ചേട്ടാ, നേരം വെളുത്തു വരുന്നത് തന്നെയല്ലേ 11? തിരുവാതിരയാണോ നക്ഷത്രം? അവിടെ ആരാ സംസാരിക്കുന്നേ? അതിന്റെ വയസ്സാണ്. ചേട്ടൻ ഒന്ന് ഒത്തിരി പുറത്തോട്ടൊന്ന് ഇറങ്ങും. അവിടെ റേഞ്ചിന് എന്തോ ഇഷ്യൂ ഉണ്ട്. ചേട്ടാ, തിരുവാതിര നക്ഷത്രം ശനിയാഴ്ച ദിവസമാണ്. ഇടവമാസം 28-ാം തീയതിയാണ്. ചേട്ടാ, മോനിപ്പോ പുറത്തു വല്ലതും ആണോ ഉള്ളത്? ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മളുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടല്ലോ ചേട്ടാ. നമ്മളുടെ ഒരു സ്ഥിതി അനുസരിച്ച് ഒന്നുകിൽ പുറത്തേക്ക് പോകാൻ പറ്റുന്ന കുട്ടിയോ ഇല്ലേ അവിടെ തന്നെ ഉള്ള കുട്ടിയോ വേണം എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോ അങ്ങനെ ഒന്നുമില്ല. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നോ ആദ്യം? അങ്ങനെ ഒരു ഇതില്ല. ഏത് വന്നാലും നമ്മൾ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഏതാ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്, പക്ഷെ നേരത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതിയത് ചിലപ്പോ എന്തെങ്കിലും നമ്മൾ തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചത് കൊണ്ട് കുറച്ച് ഡിലേ. ആദ്യ സമയത്ത് ചേട്ടാ എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ചേട്ടാ. ഒന്ന് റേഞ്ചിലോട്ട് വരൂ. ഇപ്പൊ ക്ലിയർ ആയി. ആദ്യ സമയത്ത് ഇവർക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവുമ്പോൾ ഇവർക്ക് പിന്നെ കണ്ടോ ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചേട്ടാ ആദ്യം സമ്മതിച്ചു തന്നില്ലല്ലോ, എനിക്ക് വിഷമായി. ശരി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ വെറുതെ തമാശ. ചേട്ടാ, ഞാൻ പറയുന്നതാണ് ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുമോ? അപ്പോഴേ നമുക്ക് 2026 ജനുവരി 11-ാം തീയതി മുതലാണ് ഇനിയിപ്പോ കല്യാണത്തിന്റെ സമയം മോനെ സംബന്ധിച്ച് തുടങ്ങുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്ര കിടന്ന് വലിയതായിട്ട് പ്രയത്നിച്ചാലും എനിക്ക് തോന്നുന്നത് ആ സമയത്തിന് ശേഷമായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നതേ. അപ്പൊ നമുക്ക് നല്ലൊരു കുട്ടി വരട്ടെ ചേട്ടാ, ടെൻഷനൊന്നും അടിക്കണ്ട, നല്ലൊരു ആലോചന വരും. പിന്നെ ചേട്ടൻ പറഞ്ഞ ഈ നാള് നോക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലേ, ഈ ജ്യോതിഷികൾക്കിടയിൽ പൊരുത്ത വിഷയത്തിൽ ഒരു അഭിപ്രായം ഇല്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയും. 10 പേരെ കാണിച്ചാൽ 20 അഭിപ്രായം പറയും. അവര് നോക്കുമ്പോ കൊള്ളാന്ന് പറയും, നമ്മൾ നോക്കുമ്പോ കൊള്ളില്ല എന്ന് പറയും. നമ്മൾ നോക്കുമ്പോ കൊള്ളാന്ന് പറയും, അവര് നോക്കുമ്പോ കൊള്ളത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മളും അവരും കൂടെ നോക്കി ഉത്തമം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നടക്കുക എന്നുള്ളത് കുറച്ച് പാടാ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, പെണ്ണിന്റെ വീട്ടുകാർ നോക്കിക്കൂട്ടി എന്ന് വിചാരിക്കുക.
അങ്ങനെ സത്യത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവര് നോക്കിക്കൊണ്ട് നമുക്ക് ഇതിലൊരു ഭയങ്കര ഒരു കടുംപിടുത്തം ഇല്ല. 100% ചേരണം അങ്ങനെ ഒരു കടുംപിടുത്തം ഇല്ല. ശരി, അല്ലെങ്കിൽ നമ്മൾ 30 വയസ്സ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നതും തെറ്റാണ്. തീർച്ചയായിട്ടും. പിന്നെ മോന്റെ ജാതകത്തിൽ ഈ കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കും. ചിലരിത് ശുദ്ധജാതകമാണെന്ന് പറയും, ചിലർ പാപജാതകമാണെന്ന് പറയും. ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാകും. ശരിക്കും ജ്യോതിഷത്തിലെ നിയമം അനുസരിച്ച് മോന്റേത് ശുദ്ധജാതകമാണ്. മനസ്സിലായോ ചേട്ടാ? അപ്പം ചേട്ടൻ അത് ധൈര്യമായിട്ട് ഇരുന്നാട്ടെ. ചേട്ടന്റെ പെങ്ങളുടെ മകന് അടുത്ത വർഷം നമ്മൾ നല്ലൊരു കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടത്തും. പിന്നെ കുറച്ച് ഡിലേ അയാളുടെ എന്തോ അയാളുടെ കുറച്ച് ഡിലേ വന്നിട്ടേ നടക്കുള്ളൂ ചേട്ടാ. അയാളുടെ ഒരു ജാതക പ്രകാരവും അങ്ങനെയാണ്. അപ്പൊ ഡിലേ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പോം വഴി. കേട്ടോ? അപ്പൊ ധൈര്യമായിട്ട് ഇരുന്നാട്ടെ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ചേട്ടൻ പെങ്ങളെ ഇപ്പൊ തന്നെ വിളിക്കണം. വിളിച്ചു വേണം, ഒന്നും പേടിക്കണ്ടേ. നമ്മള് എന്തോ അടുത്തുള്ള വീട് തന്നെ. അപ്പം പെങ്ങളുടെ അടുത്ത് പറഞ്ഞേര്, കല്യാണമൊക്കെ നടക്കും, ആശങ്കയൊന്നും വേണ്ട എന്ന് പറഞ്ഞേര്. ഇത്രയും നല്ല അമ്മാവനെ കിട്ടിയതിൽ ഭാഗ്യവാനായ ആ മരുമകനോട്, ആ പെങ്ങളുടെ മകനോടും, ഞങ്ങളുടെ മരുമകൻ എന്നൊക്കെ പറയും, ആ അദ്ദേഹത്തോടും പറഞ്ഞേര്. ഓക്കെ, ശരി, എന്നാ വെച്ചേക്കട്ടെ ചേട്ടാ. ബൈ, ടാറ്റ. കഴിഞ്ഞ ദിവസം നമുക്കൊരു കോള് വന്നിരുന്നു. ആ കോളില് വസുപഞ്ചകം എന്നൊരു ദോഷത്തെ പറ്റി പറഞ്ഞിരുന്നു. നമുക്കറിയാലോ, സമയക്കുറവുകൊണ്ട് നമ്മളൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അതേപറ്റി കൂടുതൽ വിവർത്തനം ചെയ്ത് പറയുക എന്നുള്ളത് ഒരു സാഹസമാണ്. കാരണം സമയപരിമിതി നമ്മളെ ബാധിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടല്ലാതെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. രസകരമായ ഒരു കഥ പറയാം. നടന്ന സംഭവമല്ല, കഥയാണ്. കഥയിലെ ആശയം മാത്രം എടുക്കുക. ഒരാൾ 1 ലക്ഷം രൂപ കടം വാങ്ങി ഈ 1 ലക്ഷം രൂപ വീട്ടാൻ നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്ത് അയാൾ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അപ്പൊ അവരെ ഇത് ബാധിക്കണ്ടെന്ന് കരുതിയാണ് അയാൾ ആത്മഹത്യ ചെയ്ത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചാണ്. അങ്ങനെ അദ്ദേഹം യമലോകത്ത് ചെന്നു. കഥയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യമധർമ്മരാജൻ ഇയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, എടാ നീ എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, പ്രഭു, ഞാൻ ആത്മഹത്യ ചെയ്തത് ഞാൻ 1 ലക്ഷം രൂപ കടം വാങ്ങി, പലിശയ്ക്ക് എടുത്താണ്. പക്ഷെ ഇത് വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ഇത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇതെന്റെ ഭാര്യയെയും മക്കളെയും ബാധിക്കുമോ, ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, ഞാനങ്ങ് ഇല്ലാണ്ടായാൽ പിന്നെ അവരോട് ആരും ചോദിക്കില്ലല്ലോ എന്ന് കരുതി ആ 1 ലക്ഷം രൂപയുടെ കടത്തിന്റെ ഭാരത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന് യമധർമ്മരാജനോട് അയാൾ പറഞ്ഞു അത്രേ. അപ്പൊ യമധർമ്മരാജൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എടാ മണ്ട, നിന്റെ ഭാര്യയും മക്കളും കൂടി ഏതോ ഒരു ജ്യോത്സ്യനെ കണ്ടു. നീ മരിച്ചതിന് ദോഷമുണ്ടോ എന്നറിയാനാണ് കണ്ടത്. അപ്പൊ ആൾ നോക്കിയിട്ട് പറഞ്ഞു, നീ മരിച്ചത് വസുപഞ്ചകത്തിലാണ്. നിന്റെ മരണത്തിന്റെ ദോഷം കൊണ്ട് 5 പേർ മരിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരമായി 2.5 ലക്ഷം രൂപയുടെ പൂജ നടത്തണം. 1 ലക്ഷം രൂപ വീട്ടാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മഹത്യയുടെ ദിവസം വസുപഞ്ചകമാണെന്ന് പറഞ്ഞ് അതിന് 2.5 ലക്ഷം രൂപയുടെ പൂജ നടത്താൻ അവരിപ്പോൾ 2.5 ലക്ഷം രൂപ കടം മേടിക്കാൻ ഓടി നടക്കുകയാണെന്ന്. ഇതൊരു കഥയാണ്. പക്ഷെ ഇത് പലരോടും പറയാറുള്ള കാര്യമാണ്. വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസികൾ മനസ്സിലാക്കുക, ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കും എന്നൊരു കാര്യം പറഞ്ഞിട്ടേയില്ല. വസുപഞ്ചകം എന്ന് പറയുന്നത് അവിട്ടം പാതി തൊട്ട് രേവത്യന്ത്യം വരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ലറിയ നീ, അഥവാ ദഹിപ്പിക്കണമെന്നാകിൽ അതിൻ വിധി പോൽ ദഹിപ്പിക്കാം, ഒരു ദോഷവും വരാ എന്നൊരു പദ്യമുണ്ട്. അവിട്ടത്തിന്റെ പകുതി മുതൽ രേവതി വരെയുള്ള 5 നാളുകളിൽ മരണപ്പെട്ടാൽ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം എന്ന് മാത്രമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. 5 പേർ മരിക്കും എന്ന് പറയുന്നതേയില്ല. പക്ഷെ നമ്മൾ വസുപഞ്ചകം എന്ന് കേൾക്കുമ്പോൾ വസുപഞ്ചകത്തിൽ ഇഞ്ചാവുണ്ട്, 5 ഇഞ്ചാവുണ്ട്, അതുകൊണ്ട് 5 പേര് മരിക്കും. 4 പറഞ്ഞാൽ നമ്മൾ പറയുമോ പണ്ഡിതനാണ്, 2 ഇഞ്ചാവുണ്ട്, 5 പേർ മരിക്കും എന്നായിരിക്കും പറഞ്ഞതെന്ന് കരുതും. വസുപഞ്ചകം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവതകളെ നൽകിയിട്ടുണ്ട്. അതിൽ അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ എന്ന് പറയുന്നത് വസുക്കൾ എന്ന ദേവതകളാണ്. വസുക്കൾ ദേവതകളായ അവിട്ട നക്ഷത്രം മുതൽ 5 നക്ഷത്രങ്ങൾ എന്ന് മാത്രമാണ് വസുപഞ്ചകത്തിന്റെ അർത്ഥം. 5 പേർ മരിക്കുമെന്ന് ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും വസുപഞ്ചകവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. തെറ്റിദ്ധരിപ്പിക്കാനെത്തുന്നവരെ അകറ്റി നിർത്തുക. അത് തുറന്നു പറയുന്നവരെ ഒരുപക്ഷെ താൽക്കാലികമായി കുറ്റക്കാരാക്കിയേക്കാം. പക്ഷെ നിങ്ങളുടെ പണം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കോൾട്ട് പത്തനാപുരം ഇവിടെ പൂർണ്ണമാവുകയാണ്. കോൾട്ട് പത്തനാപുരത്തിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും അതിനോടൊപ്പം തന്നെ വിമർശനങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകളും അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ, വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8075728112 എന്ന നമ്പറാണ്. വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ ഒരു QR കോഡ് കണ്ടില്ലേ, ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. നിങ്ങളൊരു പേജിലേക്ക് എത്തും. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം.
ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ QR കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും. നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഉണ്ണി ഗണപതിയാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ണി ഗണപതി കാണാം. നമുക്ക് തമ്മിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.